സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന CM യൂസഫിന്റെ നിര്യാണത്തിൽ പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഖുർആനിൽ ഒരു പദം പറഞ്ഞു അദ്ദേഹത്തോട്, ഇബ്ര, ഗുണപാഠം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇബ്ര ചരിത്രം ഏറ്റവും വലിയ ഗുണപാഠമാണെന്നാണ് പറയാം, അത് വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്. യൂസഫിൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പകർത്താൻ സാധിക്കട്ടെ. അതിലേറ്റവും വലിയ ഗുണപാഠം എനിക്ക് തോന്നുന്നത്, നമ്മൾ മനുഷ്യബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും എത്രത്തോളം ബഹുമാനിക്കാൻ ശീലിക്കുന്നുവോ അത്രക്ക് നല്ലതായിരിക്കുമെന്ന. കാരണം മനുഷ്യ എപ്പോഴും പെട്ടെന്ന് പിരിഞ്ഞു പോകും, യാത്ര പറയാൻ കഴിയില്ല, ഒന്ന് യാത്ര ചോദിക്കാൻ കഴിയില്ല, പെട്ടെന്നായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പൊടുന്നതിനുള്ള മരണങ്ങളുടെ ഒരു കാലമാണ്. പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. MP അബ്ദുൾ സമദ് സമദാനി MP, MLA KP നൌഷാദ് അലി, ആലംകോട് ലീലാകൃഷ്ണൻ, മുൻ MLA P നന്ദകുമാർ, അഷ്റഫ് കോക്കൂർ, അജിത്ത് കൊളാടി, ശ്രീധരൻ മാസ്റ്റർ, പ്രസാദ് പടിഞ്ഞാറേക്കര, സിദ്ദിഖ് മൗലവി ഐലക്കാട്, ഷംസു കല്ലട്ടയിൽ, ഷമീർ ഇടിയാട്ടിൽ, PP ഖാലിദ് തുടങ്ങിയ നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. അദ്ദേഹം എന്തുകൊണ്ട് വലിയ വലിയ ഉന്നത പദവികളിലേക്ക് പോയില്ല എന്ന് ഞാൻ പലപ്പോഴും ഇപ്പോൾ ആലോചിച്ചപ്പോൾ, ഈ ധാനേ പർ നിക്കാഹെ ഖാനേ വാലോ കാ നാം എന്നൊക്കെ പണ്ട് കബീർദാസ്, തുളസിദാസ് കാലത്തൊക്കെ ഹിന്ദി കവികൾ പാടിയിട്ടുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ. ഏതായാലും ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ CM യൂസഫിനെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിക്കാമായിരുന്നു, സ്നേഹിക്കാമായിരുന്നു, ഇടപഴകാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെയുള്ള തോന്നൽ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ പരസ്പരം ഉണ്ടാക്കി സ്നേഹത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശ്രീ CM യൂസഫിനെ പോലുള്ളവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അന്ത്യാഞ്ജലി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം തീർത്തും പറയാൻ കഴിയും, ഈ നിമിഷം വരെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞങ്ങൾ പരസ്പരം ഒന്ന് പിണങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്, എൻ്റെ ശൈലിയാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ തീർപ്പിക്കുന്നില്ല. ഒരുപാട് വിശേഷപ്പെട്ട വാക്കുകളില്ല. ഇൻഷാ അല്ലാഹ് സംസാരി സാഹിബ് പറഞ്ഞതുപോലെ നമുക്കിനി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സാധിക്കൽ തങ്ങൾ എപ്പോഴും യൂസഫിനെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കാണുമ്പോൾ CM എന്ന് വിളിക്കും. CN CNTV ചങ്ങരംകുളം.